കറക്റ്റ് 5 മണിയായപ്പോൾ തന്നെ പണിയെല്ലാം തീർത്ത് പെട്ടെന്ന് മെട്രോയിൽ കയറി. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഇവിടെ ഇപ്പം ചെറുതായിട്ട് ചൂടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടേ. ദേ ഈ വരുന്നതാണ് നമ്മുടെ ബസ്. മെട്രോയിലുള്ളതിലും തിരക്കായിരുന്നു കേട്ടോ ബസ്സിൽ. ഫൈനലി ഇതേ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. രാവിലെ 6:30 ബാഗും തൂക്കി ഇറങ്ങി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോഴത്തേക്ക് 6 മണിയാവും. പൊതുവെ ഈ യാത്ര ചെയ്ത് ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടല്ലോ മിക്കവർക്കും കുറച്ച് മടിയൊക്കെ കാണും. പക്ഷെ എനിക്കുണ്ടല്ലോ നേരെ തിരിച്ചാ. ഞാൻ കുറച്ച് ആക്റ്റീവ് കൂടുതലായിരിക്കും. കുറച്ച് ദിവസം മുന്നേ വരെ നമ്മൾ ഈ റൂമിലോട്ട് വരുമ്പോഴത്തേക്ക് ഫുൾ ഇരുട്ടായിരുന്നേ. ഇപ്പം നേരം പതുക്കെയല്ലേ ഇരുട്ടുന്നത്, അതുകൊണ്ട് നല്ല സൺലൈറ്റാണ്. കുറച്ച് ദിവസമായിട്ട് ബാൽക്കണിയിലോട്ടൊന്നും തിരിഞ്ഞു പോലും നോക്കുന്നില്ലായിരുന്നു. നമ്മുടെ തക്കാളിയും വഴുതനങ്ങയൊക്കെ നന്നായിട്ട് വാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ ഇപ്പോൾ കാണുകയാണെങ്കിൽ എൻ്റെ അമ്മ നല്ല ചീത്ത പറയും തന്നെ. കാരണം അമ്മ വന്നപ്പോഴത്തേക്ക് നട്ട് വെച്ചായിരുന്നു ഇതൊക്കെ. നമുക്ക് ഓടിപ്പോയി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ നല്ല ഉഷാറായി വന്നിട്ടുണ്ടായിരുന്നു. ചെടിക്ക് മാത്രം വെള്ളം ഒഴിച്ചാൽ പോരല്ലോ, നമുക്കും എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ. മെട്രോയിലൊക്കെ നല്ല തിരക്കായതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. എന്താ ഇപ്പോൾ ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഫ്രിഡ്ജ് കുറച്ച് നേരം നോക്കിയിരിക്കുന്ന ഒരു സുഖം തന്നെയാണ്. എന്നാൽ കാര്യമായിട്ട് അതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ? അതുമില്ല. അവസാനം തപ്പിപ്പിടിച്ച് കുറച്ച് കോളിഫ്ലവറും ക്യാരറ്റും എടുത്തു. എന്തേലുമൊക്കെ നമുക്ക് തല്ലി കൂട്ടാലോ. എനിക്ക് പിന്നെ രാത്രിയിൽ ചോറ് വേണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. എന്തേലുമൊക്കെ അങ്ങ് കഴിച്ചാൽ മതി. നമുക്കിന്നൊരു ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഒരു കുറുമ പോലെ ആക്കി കഴിക്കാം. ഈ ഓഫീസിൽ നിന്ന് വന്നാൽ ഉടനെ എനിക്ക് പണികളൊക്കെ തീർക്കണം. അതുകൊണ്ട് ഈ ഡ്രസ്സ് പോലും മാറാതെ നിന്ന് പണിയെടുക്കുന്നത്. ഇത് പക്ക ഒരു തല്ലിക്കൂട്ടുകറിയാണ്. കോളിഫ്ലവർ ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് നമ്മുടെ തേങ്ങ അരച്ച അരപ്പൊക്കെ ചേർത്തിട്ട് ഒരു കുറുമ പോലെ ആക്കിയെടുക്കും. കുറേയൊന്നും വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല കേട്ടോ. ഒരു നല്ല ട്രൈപോഡ് വാങ്ങിയിട്ട് വേണം ഇനി അടിപൊളിയായിട്ടൊന്ന് എടുക്കാൻ. അപ്പോൾ അതേ ഡിന്നർ റെഡി. എക്സ്ട്രാ ഒരു ബോയിൽഡ് എഗ്ഗും തലേന്ന് കുറച്ച് രാജ്മയും ഉണ്ട്. അപ്പോൾ ശുഭരാത്രി.